ഇറാനിലെ US-ഇസ്രായേൽ ആക്രമണത്തിൽ മരണസംഖ്യ 787 ഉയർന്നു. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങളുമായി ജനേകം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. ഇറാനെതിരായ അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന ആക്രമണ പരമ്പരയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 787 ഉയർന്നു. ഇറാനിയൻ റെഡ് ക്രസന്റാണ് കണക്കുകൾ പുറത്തുവിട്ടത്. ആദ്യ ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടിരുന്നു. തുടർന്ന് ഇറാൻ അമേരിക്ക ഇസ്രയേൽ സംഘർഷങ്ങൾ രൂക്ഷമായി. തുടർച്ചയായ 4ാം ദിവസവും ആക്രമണങ്ങൾ തുടരുകയാണ്. കണ്ണൂരിൽ KSU പ്രതിഷേധത്തിനിടെ മന്ത്രി വീണ ജോർജിന് പരിക്കേറ്റ സംഭവത്തിൽ അറസ്റ്റിലായ KSU നേതാക്കൾക്ക് കോടതി ജാമ്യം നിഷേധിച്ചു. KSU ജില്ലാ പ്രസിഡന്റടക്കം 5 പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് കണ്ണൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളിയത്. കഴിഞ്ഞ ദിവസം വാദം പൂർത്തിയായതിനെ തുടർന്ന് വിധി പറയാനായി ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന KP ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് വിയോഗം. VP സിംഗ് മന്ത്രിസഭയിൽ ഉപരിതല ഗതാഗത മന്ത്രിയായിരുന്നു ഉണ്ണികൃഷ്ണൻ. 1971 മുതൽ 1991 വരെ 6 തവണ തുടർച്ചയായി വടകരയിൽ നിന്നുള്ള MPയുമായിരുന്നു. ഇസ്രായേൽ US ആക്രമണത്തിന് പിന്നാലെ ഇറാനിൽ ഭൂചലനം. ഗരേഷ് മേഖലയിൽ 4.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. ഇറാന്റെ തെക്കൻ മേഖലയാണിത്. ഉപരിതലത്തിൽ നിന്നും 10 കിലോമീറ്ററോളം താഴ്ചയിലാണ് ഭൂചലനം ഉണ്ടായതെന്ന് US ജിയോളജിക്കൽ സർവേ വ്യക്തമാക്കി. പാക് അഫ്ഗാൻ സംഘർഷം രൂക്ഷമായി തുടരുകയാണ്. പാകിസ്ഥാന്റെ വ്യോമാക്രമണങ്ങൾക്ക് മറുപടിയായി അതിർത്തിയിലെ പാക് സൈനിക താവളങ്ങൾ ആക്രമിച്ചുവെന്ന് താലിബാൻ അറിയിച്ചു. റാവൽപിണ്ടിയിലെ നൂർ ഖാൻ എയർബേസ് ഉൾപ്പെടെ ആക്രമിച്ചതായും താലിബാൻ വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് 3 ദിവസമായി അടച്ചിട്ടിരുന്ന ഗൾഫ് വ്യോമപാതയിൽ ഭാഗികമായി പുരോഗതി. ചൊവ്വാഴ്ച മുതൽ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ പുനരാരംഭിച്ചു തുടങ്ങിയത് കുടുങ്ങിക്കിടക്കുന്ന ആയിരക്കണക്കിന് പ്രവാസികൾക്ക് ആശ്വാസമായി. ദുബായിൽ നിന്ന് 149 യാത്രക്കാരും 8 ജീവനക്കാരുമായി എയർ ഇന്ത്യയുടെ വിമാനം ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സുരക്ഷിതമായി എത്തിച്ചേർന്നു. തിരുവനന്തപുരം നഗരൂരിൽ അച്ഛനെയും മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. നഗരൂർ ബ്ലോക്ക് ഓഫീസിന് സമീപം താമസിക്കുന്ന കൊച്ചുണ്ണി, അഖിൽ എന്നിവരാണ് മരിച്ചത്. കാട്ടുപന്നിയെ തുരത്താൻ സമീപത്തെ പുരയിടത്തിൽ സ്ഥാപിച്ച വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കേറ്റതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകളെ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി ഇറാൻ റവല്യൂഷണറി ഗാർഡ്. അമേരിക്കക്കാർ ഈ മേഖലയിലെ എണ്ണയെയാണ് ആശ്രയിക്കുന്നതെന്നും ഒരു തുള്ളി എണ്ണ പോലും അവരുടെ അടുത്തേക്ക് എത്തില്ലെന്നും അവർ അറിയണമെന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ് തലവൻ ഇബ്രാഹിം ജബേരി സ്റ്റേറ്റ് മീഡിയയിൽ പ്രതികരിച്ചു. ഇന്ത്യ മറ്റൊരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്ന് പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി പാകിസ്ഥാൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം അഭിസംബോധന ചെയ്യവെയായിരുന്നു സർദാരിയുടെ പരാമർശം. യുദ്ധമുഖത്തു നിന്നും പിന്മാറി അർത്ഥവത്തായ ചർച്ചകളിലേക്ക് മടങ്ങണമെന്ന് സർദാരി പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ദുബായ് വിമാനത്താവളത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ ബാഡ്മിന്റൺ താരം PV സിന്ധു സുരക്ഷിതമായി നാട്ടിലെ തിരിച്ചെത്തി. 3 ദിവസത്തെ അനിശ്ചിതങ്ങൾക്കൊടുവിലാണ് താരം ബംഗളൂരുവിലെ വീട്ടിലെത്തിയത്. തന്നെ സഹായിച്ച ദുബായ് അധികൃതർക്കും വിമാനത്താവള ജീവനക്കാർക്കും സിന്ധു സോഷ്യൽ മീഡിയയിലൂടെ നന്ദി അറിയിച്ചു. ജനേകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.